ഗൈസ്, അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോസ് ഇല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ അത് പറയാം. ഓക്കെ, സോ ആദ്യം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. ഓക്കെ, ഫ്രീ ഫയർ ഇന്ത്യനെ കുറിച്ചുള്ള ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഇപ്പോൾ BGMI ഉണ്ടല്ലോ. അപ്പോൾ BGMI ശരിക്കും പബ്ജി ബാനായപ്പോൾ എന്താണ് ചൈനക്കാർക്ക് മറ്റേ ടെൻസൻ ഗെയിംസ് വഴി ചൈനക്കാർക്ക് ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോർത്താൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ലോക്ക്ഡൗൺ ടൈമൊക്കെ കുറേ ആപ്സ് ബാനായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പബ്ജി ലൈറ്റും ബാനായി. ഓക്കെ, സോ ശേഷം 2022 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ BGMI വന്നത്. ഓക്കെ, സോ ഫ്രീ ഫയർ ഇന്ത്യനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഗെയിം ഇപ്പോഴാണ് ലോഞ്ചാന്ന് ഒന്നും വന്നിട്ടില്ല. സോ ഇതുവരെ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എത്ര നാൾ വീഡിയോ ഇല്ലാത്തതിന് ക്ഷമിക്കണം. കാരണം ഞാൻ മനഃപൂർവ്വം അങ്ങനെ വീഡിയോസ് ഇടാത്തല്ല. കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ലാസ്റ്റ് പറയാം എന്താ സംഭവിച്ചു ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, സോ ഗെയിമിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഫ്രീ ഫയർ ഇന്ത്യൻ്റെ പ്രീ രജിസ്ട്രേഷൻ പേജൊക്കെ എപ്പോഴും ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി ഫ്രീ ഫയർ ഇന്ത്യ. എന്നിട്ട് മറ്റേ കുറച്ച് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഒരു പ്രീ രജിസ്ട്രേഷൻ അത് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, സോ ആദ്യം എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇപ്പോൾ ഫ്രീ ഫയർ പ്ലേയേഴ്സ് എത്ര പേരുണ്ട്, ഫ്രീ ഫയർ മാച്ച് എത്ര പേരാണ് കളിക്കുന്നതെന്ന് ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ സന്തോഷം. സോ ഫ്രീ ഫയർ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ എത്ര പേരാണ് ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ലോൺ ഓഫ് മോഡ്, ക്ലാഷ് സ്ക്വാഡ് മാച്ച് ഇതൊക്കെ കളിക്കുമ്പോൾ ഫ്രീ ഫയർ ഇന്ത്യ അങ്ങനത്തെ ഒരു പോപ്പ് വിൻഡോ വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗെയിം വരാൻ പുറത്ത് ഫ്രീ ഫയർ മാച്ചാണ് ഏത് കാണിക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ കുറേ ഇത് നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യൻ ഗെയിം ആ ഒരു ഗെയിമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്ലെയർ ധോണി, അദ്ദേഹത്തിൻ്റെ ഏതോ ക്യാരക്ടറൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, മറ്റേ ഫുട്ബോൾ മറ്റേ ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്ലെയറിൻ്റെ ഒക്കെ ക്യാരക്ടർ വന്നിട്ടില്ലേ. അതേപോലെ കുറേ സെലിബ്രിറ്റീസ് പ്രൊമോഷൻസൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ധോണി അദ്ദേഹത്തിൻ്റെ മറ്റേ ലോഞ്ച് വേണ്ടിയിലൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുറേ ഒഫീഷ്യൽ യൂട്യൂബേഴ്സ് പല സ്റ്റേറ്റ്, തമിഴ്നാട്, കേരള പല സ്റ്റേറ്റിൽ നിന്നുള്ള ഒഫീഷ്യൽ യൂട്യൂബേഴ്സിനായിട്ട് മുംബൈയിൽ മീറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ അവർ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഗെയിം ബാനാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ പല പേർക്കും ഒരു സംശയം ഉണ്ടാവും. ഇപ്പോൾ യൂട്യൂബിൽ കുറേ ഫേക്ക് വീഡിയോസ് കാണാറുണ്ട് ഈ മറ്റേ ഫ്രീ ഫയർ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന പോലെ. അത് ആക്ച്വലി എല്ലാം ഫേക്ക്. ചില വീഡിയോസൊക്കെ ഫേക്കാണ്. നമുക്കത് പ്ലേ സ്റ്റോർ പേജ് പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഗെയിം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരും. പക്ഷേ അതിന് ഡേറ്റ് എന്തുകൊണ്ടാണ് ആദ്യം അതിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഡേറ്റ് ആദ്യം നവംബർ വരും, ഒക്ടോബർ വരും, സെപ്റ്റംബർ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡേറ്റ് പോസ്റ്റ്പോൺ ആവാൻ കാരണം? ഇപ്പോൾ ഈ ഇന്ത്യൻ മറ്റേ ക്രിക്കറ്റിൻ്റെ ഏതോ സെലക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, അപ്പോൾ അവരെ വേറെ ഇതിലോട്ട് മാറ്റി. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണ്, ഇപ്പോൾ മെയിൻലി ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഏതൊരു ഗെയിമും ഇറക്കുമ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ചില ഡിവൈസ് സപ്പോർട്ട് ആവാത്തൊരു ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ കാർ സ്ട്രീറ്റ് അങ്ങനത്തെ ഒരു ഗെയിം വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം.
അത് ഇറങ്ങിയ ബീറ്റാ വേർഷൻ ഇറങ്ങിയ ടൈമിൽ ഹൈ എൻഡ് ഡിവൈസിന് പോലും താങ്ങാൻ പറ്റാത്തൊരു ഹാങ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഗെയിം ലോഞ്ച് ആകുമ്പോൾ ആ ഗെയിം എല്ലാ ഡിവൈസിലോട്ടും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പോക്കോ M3 ആണ്. ഇത് ഏകദേശം 4-5 വർഷമായി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇതിലും ഫ്രീ ഫയർ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അതെ, അപ്പോൾ 1 GB റാം അല്ലെങ്കിൽ ഏത് ലോ എൻഡ് ഡിവൈസ് ആയാലും ഏത് മെമ്മറി കുറവാണെങ്കിലും ഏത് ഡിവൈസിനും ഇപ്പോൾ ഏത് ലോ എൻഡ് ഡിവൈസ് ആയാലും മിഡിലായാലും അപ്പറായാലും ഏത് ഡിവൈസിനും കളിക്കാൻ പറ്റുന്ന രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്, അത് ഫ്രീ ഫയർ ടീം. ഓക്കെ, പിന്നെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒഫീഷ്യൽ യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചു, ഒരാളും ഡേറ്റ് പറയില്ല. ഈവൻ ഫ്രീ ഫയറിൻ്റെ സീക്രട്ട് ഏജൻറ്റിനെ പോലും അറിഞ്ഞാലും ഒരാളും പറയില്ല. കാരണം എന്താ, അവർക്ക് ചിലപ്പോൾ അവരുടെ വലിയ അഗ്രിമെൻ്റ് ഉണ്ടാവും. ഇപ്പം ഓൾറെഡി കുറേ റൂമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല ശരിക്കും. ഓക്കെ, ഇപ്പോൾ ഫ്രീ ഫയർ ബാനായപ്പോൾ മറ്റേ പഴയ വേർഷൻ ബാനായപ്പോൾ തന്നെ നമുക്ക് ആർക്കും അറിയില്ല, അത് പെട്ടെന്ന് പോയ പോലെ. അപ്പോൾ അവർ അവർക്കൊരു ഷെഡ്യൂൾ ഉണ്ടാവും, ഈ ടൈം ലിമിറ്റിനുള്ളിൽ കൊണ്ടുവരുന്ന. ഇപ്പോൾ BGMI ഒക്കെ വന്നത് ഇപ്പോൾ 2022 തുടങ്ങിയതാണ് പ്രൊമോഷൻസ്. പിന്നെ ജൂലൈ ആയപ്പോഴാണ് വന്നത്. അപ്പോൾ ഏതൊരു ഗെയിമിനൊരു ടൈം ഉണ്ടാവും, അത് മനസ്സിലായോ? ഏതൊരു ഗെയിമിന് വരാനുള്ളൊരു ടൈം ഉണ്ടാവും. ടൈം എന്തായാലും എടുക്കും, നമുക്ക് തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ കുറേ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഫ്രീ ഫയർ ഇന്ത്യയുടെ അവരുടെ തന്നെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജും ട്വിറ്റർ പേജും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നത്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒഫീഷ്യൽ ഇൻഫോർമേഷൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ 2024 അവസാനിക്കുന്നതിന് മുന്നേ വരുന്നതാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, ഒരു ഗെസ്. പക്ഷെ അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. അത് അവരോട് തന്നെ ചോദിച്ചാലും അവർ പറയില്ല. ഓക്കെ, നിങ്ങൾ ഏത് യൂട്യൂബിനോട് ആരോട് ചോദിച്ചാലും ഡേറ്റ് പറയില്ല. അതങ്ങനെയാണ്. അതവർ മനഃപൂർവ്വം പറയാതിരിക്കുന്നില്ല, അത് അവരുടെ ഒരു എന്താ പറയുക, അതങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം, അല്ലെ വേറൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ മറ്റേ വോയിസ് പാക്ക് ഉണ്ടല്ലോ, ഈ മറ്റേ പബ്ജിയിലൊക്കെ മോൾട്ട് ഗെയിമിങ് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ കുറേ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. അതേപോലെ ധോണി എന്ന ക്യാരക്ടറിൻ്റെ വോയിസ് പാക്കാണോ അത്? അല്ല, വോയിസ് പാക്ക് അല്ല, മാക്സിൻ്റെ ഇടയ്ക്ക് ഹെൽപ്പ് മീ, റഷ് ടു സേഫ് സോൺ, അങ്ങനെയൊക്കെ കുറേ ഡയലോഗ് ഉണ്ടല്ലോ. അത് ധോണി അദ്ദേഹത്തിൻ്റെ വോയിസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, ലീക്കായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ന്യൂസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടുമായിരിക്കും. ഓക്കെ, സോ എന്തായാലും ഗെയിം ലോഞ്ച് ചെയ്യുമ്പോൾ അന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്കും കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഇല്ലാത്തത് ഞാൻ പറയാം. ഓക്കെ, സോ ആദ്യം ഞാൻ പറയേണ്ടത്, ഇപ്പോൾ ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഞാൻ ആക്ച്വലി 10ാം ക്ലാസ്സിൽ കീപാഡ് ഫോൺ ഉണ്ടല്ലോ, സാംസങ്ങിൻ്റെ കീപാഡ് ഫോണാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ സാംസങ്ങിൻ്റെ പഴയ ടച്ച് ഫോൺ ആണ് പതുക്കെ അതാണ് അച്ഛൻ്റെ പഴയ ഫോൺ ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പണ്ട് തൊട്ടേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത്. മെമ്മറി കാർഡ് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഗെയിമറിൻ്റെ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് എനിക്ക് കുറയ്ക്കാൻ പറ്റും. ഈ വീഡിയോസ് നിങ്ങളിപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആകെ 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇന്നതൊരു 100 ആയിട്ട് 110 സംതിങ് ഉണ്ട്. അപ്പോൾ
അത്രയും നിൽക്കണമെങ്കിൽ കുറേ പേരുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഇത്രയും ദൂരം എനിക്ക് വരാൻ പറ്റില്ല. ഒന്ന്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പൈസയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്, എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് എല്ലാവരും എൻ്റർടൈൻ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. സോ ഞാനത് പാഷനായിട്ടാണ്, എൻ്റെ ഒരു ഹോബി എന്നൊരു പോലെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ. സോ എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ കണ്ടൻറ്റൊക്കെ ഇട്ട്. ഓക്കെ. പിന്നെ ഓക്കെ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 128 GB സാൻഡിസ്ക് SD കാർഡ് എന്നൊരു SD കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഈ പോക്കിമോൺ ലെറ്റ്സ് ഗോ പിക്കാച്ചു, GTA 5 ക്ലൗഡ് ഗെയിമിംഗ് വീഡിയോസ്, അത് ഇത് PUBGയുടെ വീഡിയോസ്, പിന്നെ എന്താണ് ഈ മറ്റേ എമുലേറ്റർ ഗെയിംസിൻ്റെ വീഡിയോസ്, കുറേ വീഡിയോസ് ഞാൻ അതിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വോയിസ് റെക്കോർഡ് മറ്റേ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതും അതിൽ സേവ്. അപ്പം എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഉണ്ടല്ലോ, ഇൻ്റർണൽ സ്റ്റോറേജ്, അത് എനിക്ക് കുറയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ സത്യം പറയട്ടെ, ഇതുവരെ എനിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് സംഭവിച്ചത്. ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 8 GB മെമ്മറി കാർഡായിരുന്നു. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിടയ്ക്ക് എൻ്റെ SD കാർഡ് കറക്റ്റായിപ്പോയി, ഫുള്ള് കറക്റ്റായിപ്പോയി. എനിക്ക് നല്ല വിഷമം വന്നു. എൻ്റെ എല്ലാ വീഡിയോസ് പോക്കിമോൺ ഹാർഡ് ഗോൾഡ്, ലെറ്റ്സ് ഗോ പിക്കാച്ചു എല്ലാത്തിനെയും വീഡിയോസ് ഞാൻ അത് ഞാൻ മുന്നേ കളിച്ചിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതെങ്ങനെ പോയിന്ന് എനിക്കറിയില്ല. അത് ഇതുവരെ എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല. നല്ല വിഷമം വന്നു എനിക്ക്. എൻ്റെ എല്ലാ വീഡിയോസും പോയി. ഇനിയൊന്നുമില്ല ബാക്കി. ഇനി വേറെ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ട് വേണം. അത് ഫസ്റ്റ് റീസൺ. പിന്നെ എൻ്റെ അടുത്ത് സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പോക്കിമോൺ പാരലൽ ഡയമെൻഷൻ ഒരു ആൻഡ്രോയിഡ് ഗെയിമാണ്, ഒരു 3DS ഗെയിമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആക്ച്വലി ആ സബ്സ്ക്രൈബർ ഈ സ്പൈഡർമാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, സ്പൈഡർമാൻ 3, അതിന് മുന്നേ ഒരു ഫുട്ബോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 വീഡിയോസിന് താഴെ ഞാൻ കമൻറ്റ് കണ്ടതെന്ന് ഞാൻ ആ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തു. പിക്ചേഴ്സ് നോക്കുമ്പോൾ യൂട്യൂബ് എനിക്ക് പണിയുന്നത്. എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടിയിട്ട് അടുപ്പിച്ച് 2 ആഴ്ച എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായി. അതിനിടയ്ക്കാണ് എൻ്റെ SD കാർഡ് ഇങ്ങനെ കറക്റ്റായി പോയത്. എനിക്കതിന് ഒരെണ്ണം പോലെ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആകെ ഇപ്പോഴുള്ളത് ബാക്കിയുള്ളത് ലാപ്ടോപ്പിൽ കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറൊന്നുമില്ല. ഉള്ളതൊക്കെ പോയി. ഇനി ഒന്നുമില്ല എൻ്റെ ഇതിൽ ബാക്കി. അപ്പോൾ അതാണ് മെയിൻ റീസൺ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ പേഴ്സണലായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആയത്. അല്ലാതെ വീഡിയോ ഇടണ്ട എനിക്ക് മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ. സോ ഞാൻ അത് ഒരിടയ്ക്ക് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. ഇപ്പോഴും അതുണ്ട്. അതായത് വീക്ക്ലി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഇതാണ് റീസൺ. ഓക്കെ. അല്ലാതെ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ യൂട്യൂബ് മടുത്തിട്ടോ ഇല്ല. ഓക്കെ. എന്നെക്കൊണ്ട് മാക്സിമം ഇടുന്ന വരെ ഞാൻ ഇടും, എല്ലാം ശ്രമിക്കും ഞാൻ. ഓക്കെ. സോ ഇനി എന്നെക്കൊണ്ട് ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെ ഗെയിം പ്ലേ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. സോ പിന്നെ BGM നിർത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർത്തിയത് അത് മടുത്തതല്ല. നിങ്ങൾ ആക്ച്വലി ഇപ്പം എൻ്റെ പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരുണ്ട് എനിക്ക്. അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ വീഡിയോസ്, അതിൽ മോസ്റ്റ്ലി PUBGയുടെ മോണ്ടേജ് വീഡിയോ, പിന്നെ വിയറ്റ്നാമിൻ്റെ വീഡിയോ, കൊറിയൻ വീഡിയോ, സാൻഡ്കാം വീഡിയോ, കൂടുതൽ PUBGയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം PUBG ഞാൻ ഒരിക്കലും മറക്കില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഏതൊരു PUBG പ്ലെയറിനും ഒരു ആഗ്രഹം ഉണ്ടാവും ക്രൗൺ അടിക്കണമെന്ന്. പക്ഷേ എനിക്ക് ക്രൗൺ അടിച്ചപ്പോൾ തന്നെ എനിക്ക് ക്രൗൺ കിട്ടുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ആദ്യം എനിക്ക് ബ്രോൺസിൽ നിന്ന്
സിൽവർ റാങ്കിലേക്ക് മാറുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. പിന്നെ ഡയമണ്ട് അടിക്കോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതും സാധിച്ചു. പിന്നെ ഈ ക്രൗൺ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും, കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഒന്ന് രണ്ടാമത്തത് അങ്ങനെ പ്രോ പ്ലെയർ ഒന്നുമല്ല, പക്ഷേ ഒരു അത്യാവശ്യം കളിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ, അല്ലാതെ ഇതൊന്നുമല്ല. അപ്പം എനിക്ക് അത്ര അതിലൊരു എന്താ പറയുക, എനിക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ഥലത്ത് തന്നെ. ഇനി ഞാൻ റാങ്ക് പുഷിങ് ഒന്നും പോവില്ല. ഇനി വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഞാൻ ഇടാൻ നോക്കാം. ഓക്കെ, നിർത്തിയിട്ടൊന്നുമില്ല ഞാൻ. ഓക്കെ, ഇത് ഞാൻ ടൈം കിട്ടുമ്പോൾ ഞാൻ കളിക്കാം. ഓക്കെ, ഒരിടയ്ക്ക് ഞാൻ നിർത്തിയതാണ്, അല്ലാതെ അത് മടുത്തിട്ട് നിർത്തിയതല്ല, ചെറിയ ഗ്യാപ്പ് ഇട്ടതാണ്. ഓക്കെ, പിന്നെ എനിക്ക് എന്താണ് പബ്ജി മാത്രമേ ഞാൻ കളിക്കുള്ളൂ, ഇത് ഫ്രീ ഫയർ മാത്രമേ ഞാൻ കളിക്കുക, അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ട്രൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, സോ അതാണ് റീസൺ. ഓക്കെ, സോ മറക്കാൻ നിങ്ങൾ ഫ്രീ ഫയർ ഇന്ത്യയുടെ അവരുടെ ഒഫീഷ്യൽ പേജൊക്കെ ഞാൻ തരാം, ട്വിറ്റർ പേജും ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, സോ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.